ഇപ്പം സമയം 10 മണി ആയതുകൊണ്ട് ഞാൻ അകത്ത് കയറ്റിയും കൊടുക്കുക. അവിടെ പോകുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച്. പാവം വിശന്ന വയറൊക്കെ ഒട്ടിക്കിടക്കുന്നില്ല, ഒന്നും കഴിച്ചു കാണാൻ ആര് കൊടുക്കാൻ. ലവനും കുശലകുമാരിയും. ലവൻ വന്ന് നിന്നിട്ട് പോയതാ. നേരത്തെ ആയതുകൊണ്ട് ഞാൻ അകത്ത് കയറ്റിയിടം കൊടുക്കുക, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്നോട്. ഇന്നലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രി 1 മണി വരെ ഞാനിവിടെ കാത്തിരുന്നവരെ, പക്ഷെ വന്നില്ല. എന്തോ കാര്യം അറിയില്ല. പക്ഷെ ഇപ്പോൾ അവർ നേരത്തെ വന്നപ്പോൾ 9:30 ആയി. അപ്പം ഞാൻ അകത്തിട്ടങ്ങ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിന്റുമോൻ അകത്താണ്, ചെസമോളും അകത്താണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ പോരാ. ഒരാൾ കഴിക്കുമ്പോൾ ഒരാളെ കഴിപ്പിക്കത്തില്ല കണ്ടോ. എന്തൊരു പോരാ കണ്ടോ. ലവൻ നിൽക്കും, അവന് കൊടുത്ത് അവൻ ആദ്യം വന്ന് കൊടുത്തു. കഷ്ടമല്ലേ, വിശന്ന് വന്നാണ് ആദ്യം കൊടുത്തു. കഴിഞ്ഞപ്പോൾ ഇതുങ്ങൾ രണ്ടും വന്നത്. ഇവർക്ക് കൊടുക്കുവാണ് പാവങ്ങൾ. എനിക്ക് ഇന്നലെ ഉറങ്ങിയില്ല ഞാൻ, ഇവർ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട്. കഴിക്കാതെ പോയതിൽ ഇവരെ കണ്ടില്ല. 1 മണി വരെ ഞാനിവിടെ ഇരുന്നു. എന്തായാലും നേരത്തെ വന്ന ഒത്തുങ്ങൾ, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. കഴിക്കും രണ്ടും കൂടെ അടിയല്ലേ. ലവനും കുശലകുമാരി. എന്താ കുശലകുമാരിയാണ്ട് ഈ തെക്ക് നിൽക്കുന്നത്, കണ്ടത് കളറുള്ളത്. അതാ പെണ്ണ്, അവളാ കേടി. ഇവൻ പാവമാ. ഇതാണാ ലവനും മൂപ്പ് സാധനമല്ല നിൽക്കുന്നവനും. മുതിർന്നവന് അവനും വഴക്കാളി, എല്ലാവരുടെ വഴക്കിനില്ല. കണ്ടില്ലേ, കഴിച്ചോ. കഷ്ടം. എന്നിട്ട് പിന്നെ രാത്രി 1 മണിക്ക് ഞാൻ റോഡിൽ സൈഡിൽ നിരത്തിയിട്ട് ശകലിച്ച് ചോറിട്ടിരുന്ന് അവർ വരുന്ന കഴിച്ചോട്ടെന്ന് വിചാരിച്ച്. എന്തായാലും നേരം വെളുത്ത് നോക്കിയപ്പോൾ ആ പേപ്പറിൽ ചോറില്ലായിരുന്നു. അവർ തിന്ന് കാണുമെന്ന് തോന്നുന്നു. കാരണം പാതിരാത്രി എപ്പോഴെങ്കിലും വന്ന് തിന്ന് കാണും. അങ്ങനെ സമാധാനം പിന്നെ രാവിലെ ആയപ്പോൾ എനിക്ക് ഉണ്ടായി, സമാധാനമായി. ഇഷ്ടവനെ കടിച്ചില്ല കൊള്ളന. തല നിൽക്കുക. പോട്ടെ തിന്നു. ലവനും കുശലകുമാരി. ഇതാണ് ലവൻ, അത് കുശലകുമാരി. കഷ്ടം. അകത്ത് കയറ്റിയിടാൻ കൊടുത്തത് കാരണം 10:30 ആയതേ ഉള്ളൂ. ഇന്നലെ ഒത്തുങ്ങൾ പട്ടിണിയായിരുന്നല്ലോ. ഇവരാരും വന്നില്ലായിരുന്നോ അതോ അവരെല്ലാം ഇങ്ങനെ ഓടിപ്പോയതാണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടല്ല അവനെ നിൽക്കുന്ന ചുമന്നവനെ ഇതുങ്ങളെ കടിക്കുന്നുണ്ട്. നിനക്ക് തരാം ഞാൻ കേട്ടോ, നീങ്ങി വാ. എല്ലാവരും പോയി കഴിയുമ്പോൾ അമ്മച്ചി വന്നു. അമ്മച്ചിയുടെ കൂടെ മക്കൾ രണ്ടും. എന്താടല്ലേ വാ എടാ, കറിക്കാതെ അമ്മച്ചിയോട് കുറയ്ക്കാതെ നിന്നെയൊക്കെ വല്ലതും തല്ലിക്കൊല്ലും കേട്ടോ. അമ്മച്ചിയോട് കുറയ്ക്കാന്നോ. ലവനെ എന്താ പൊന്നെ, കുറയ്ക്കാതെ അമ്മച്ചിയോട്. കുറയ്ക്കാതെടാ. എന്നിട്ട് അവൻ്റെ കൂടെ ചോറ് തിന്നോട്ടെ. അവിടെ കൂടെ കുശലകുമാരി അമ്മയും കൂടെ ചോറ് തിന്നു.